ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന പശ്ചാത്തലം LDF 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി ഉഷാറായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് UDF-ന് സ്ഥാനാർത്ഥി നിർണ്ണയം ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അവരുടെ മുൻപിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കനകോലുവിൻ്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് പല സിറ്റിംഗ് MPമാർക്കും വിജയസാധ്യതയില്ല എന്ന റിപ്പോർട്ടാണ് KPCC നേതൃത്വത്തിനും AICC-ക്കും പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ പക്ഷേ നേതൃത്വം അത് അംഗീകരിക്കില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെ പറഞ്ഞത്. പക്ഷേ വസ്തുത അതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കനകോലുവിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ സിറ്റിംഗ് MPമാർക്ക് പലർക്കും വിജയസാധ്യതയില്ല എന്ന് പറയുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്നായി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ദില്ലിയിലേക്ക് സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾക്കായി പോവുകയാണ്. ഹൈക്കമാൻഡുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അവിടെ വച്ച് തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ്. അതിനുശേഷം ദില്ലിയിൽ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകണം. ഷീജ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നീളുകയാണ്. ചർച്ചകൾ പലതരത്തിൽ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കനകോലുവിൻ്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നു സിറ്റിംഗ് MPമാർക്ക് പലർക്കും വിജയസാധ്യതയില്ല, പുനഃപരിശോധിക്കേണ്ടി വരും പേരുകളെന്ന്. ആ റിപ്പോർട്ടിൽ തട്ടി പൂർണ്ണമായും വഴിമുട്ടി നിൽക്കുകയാണോ ചർച്ചകൾ? തീർച്ചയായും മനു, ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് UDF ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. പക്ഷേ ഇതുവരെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ LDF അതിനുശേഷം ആരംഭിച്ചതാണ് ചർച്ചകൾ. പക്ഷേ കൃത്യമായ രീതിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് 20 മണ്ഡലത്തിലെയും LDF സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ കോൺഗ്രസിന് വലിയ തോതിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ സാധിക്കാത്തത് വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം, ആ യോഗത്തിന് ശേഷമാണ് ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതായത് സുനിൽ കനകോലു തയ്യാറാക്കിയ റിപ്പോർട്ട്, അതിൽ ഈ ഭൂരിഭാഗം സിറ്റിംഗ് MPമാർക്കും വിജയസാധ്യത ഇല്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനപ്പെട്ടത് ഒന്ന് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നിലവിൽ സിറ്റിംഗ് MPക്ക് വിജയസാധ്യത കുറവാണ് എന്ന് ഒരു വിലയിരുത്തലുണ്ട്. മാവേലിക്കരയിൽ അവിടെ കൊടിക്കുന്നിൽ സുരേഷ് 7 തവണ ഇതിനകം തന്നെ MP ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കൂടുതൽ പേരുകൾ പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ കണ്ണൂർ കെ സുധാകരൻ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ആലത്തൂരിൽ സിറ്റിംഗ് MPക്ക് വിജയസാധ്യത കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അവിടെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ സാഹചര്യം നിൽക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും കോൺഗ്രസ് ആയിരിക്കുകയാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് എത്തുന്നതിൽ വരെ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടങ്ങിയപ്പോഴാണ് ഈ കനകോലു റിപ്പോർട്ട് കൂടി വരുന്നത്. ഈ ഒരു റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഏതായാലും കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഇന്നിപ്പോൾ ദില്ലിയിലേക്ക് എത്തുന്നത്. വൈകിട്ട് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ കൂടി സാന്നിധ്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചും ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഓരോ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടും കൂടുതൽ പേർ രംഗത്തെത്തുകയാണ്. അവകാശവാദവുമായി കോൺഗ്രസിനുള്ളിൽ മത്സരിക്കാൻ ഉള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം വലിയ തോതിൽ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസിനെ ആഴ്ത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിൽ ഇനി പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. കാരണം ഈ ഓരോ MPമാരുടെയും നിലവിലുള്ള സിറ്റിംഗ് MPമാരുടെ സാഹചര്യം, അവരുടെ പ്രവർത്തനം, അതൊക്കെ മറ്റുള്ളവരും കോൺഗ്രസിനുള്ളിൽ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ അവകാശവാദവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ദില്ലിയിലേക്ക് എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഷീജയാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം അതിങ്ങനെ നീളുകയാണ്. പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് തന്നെയാണ്. സിറ്റിംഗ് MPമാർക്ക് വിജയസാധ്യതയില്ല എന്ന റിപ്പോർട്ടാണ്. പല സിറ്റിംഗ് MPമാർക്കും വിജയസാധ്യതയില്ല എന്ന റിപ്പോർട്ടാണ് സുനിൽ കനകോലു നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ തട്ടി നിൽക്കുകയാണ് അവരുടെ ചർച്ചകൾ. ഇനിയിപ്പോൾ AICC നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാനായി പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ KPCC അധ്യക്ഷനും ദില്ലിയിലേക്ക് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ദില്ലിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി അതിനുശേഷം പ്രഖ്യാപനം ഒരുപക്ഷെ അവിടെ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് ഷീജ നമുക്ക് നൽകിയത്.